അവിയലിന് മിക്സിയിൽ അരക്കണ്ട, കല്ലേൽ അരച്ചാ മതി. എന്നാലാ അവിയലിന് രുചി ഉണ്ടാവുകയുള്ളൂ. അതിപ്പോ എന്തോന്നാ? അവിയലിന് അറിയാവോ? മിക്സിയിലാണോ അരച്ചത് കല്ലിലാണോ അരച്ചതെന്നുള്ളത്? അതിന് മിക്സിയല്ലല്ലോ അവിയല് കൂട്ടണേ. മനുഷ്യരല്ലേ. മനുഷ്യർക്കേ അതിന്റെ രുചി അറിയാമോളൂ. അതെ, എനിക്കിപ്പോ നേരമില്ല. ഇഷ്ടം പോലെ പണിയുടെ ഇടയ്ക്കാ ഞാനിത് ചെയ്യണത്. ഇനി അത്രയ്ക്ക് രുചി വേണമെങ്കിൽ അമ്മേനെ പോയി കല്ലേല് അരച്ച് ന്നാ ഞാൻ തരാം. ഹോ! ഞാൻ എന്റെ അമ്മായിയമ്മയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പയുള്ള പിള്ളേരാണെങ്കിലോ കഴുത്തിന് ചുറ്റും നാക്കാ. ഒന്നും പറയാൻ പാടില്ല. ഇതേ അവിയലിന്റെ രുചി കൂട്ടാനൊന്നും അല്ല. ഞാനിത്തിരി കഷ്ടപ്പെടണം. അമ്മ അത്രയല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാ ഏത് പൊട്ടനമ്മയാ മനസ്സിലാവാത്തത്? പിന്നെ അമ്മ പറഞ്ഞ കാര്യം അമ്മേനോട് അമ്മ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മ പറഞ്ഞതെല്ലാം കേട്ട് നിന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? ഈ തള്ളയ്ക്ക് ദീർഘായുസ്സ് വരുത്തണേന്നും, അതേപോലെ ഇതിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണേന്നൊക്കെയാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. എന്താണ് പറഞ്ഞത്? എങ്ങനെയെങ്കിലും ഒന്ന് തള്ള വീണ് കിടന്നാ മതിയെന്നല്ലേ? എന്നിട്ട് വീണ് കിടന്നപ്പോഴോ ഓരോ തുള്ളി വെള്ളം കൊടുത്തപ്പോൾ എന്തോ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചോണ്ടല്ലേ നിങ്ങൾ ഓരോ കാര്യം ചെയ്തു കൊടുത്തത്. അല്ലേ? ഞാനാണെങ്കിലോ ഞാൻ ദേ നിങ്ങൾ എന്തുണ്ടെങ്കിലും പറയാനുള്ളത് പറഞ്ഞു. കഴിഞ്ഞു. എന്റെ മനസ്സിലാണെങ്കിൽ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ അമ്മായിയമ്മയാണെന്ന് ഓർത്തുകൊണ്ടൊന്നും അല്ല ഇത്രയും പറഞ്ഞത്. എന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഇതും കുറച്ചുകൂടെ ഡോസ് കൂട്ടിയേ പറയുള്ളൂ. പിന്നെ എന്റെ അമ്മായിയമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര കുറച്ച് പറഞ്ഞത്. അമ്മേ, നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിക്കണം. ഇപ്പൊ നിങ്ങളുടെ മോളോടാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പറയാ? മോളെ, അവിയലിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അരക്കേണ്ട കല്ലേൽ അരച്ചാൽ മതിയെന്ന് പറയോ? ഇല്ലല്ലോ, പറയത്തില്ലല്ലോ. അമ്മേ, കാലത്തിനനുസരിച്ച് ഇനിയെങ്കിലും മാറണം. മാറിയേ പറ്റത്തുള്ളൂ.